വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിലപാടെടുക്കുന്ന കേരളത്തിലെ എംപിമാരുടെ വസതികളിലേക്ക് മാർച്ച് നടത്തി ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവത്കരിക്കപ്പെട്ടവർക്കും പ്രയോജനമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേരത്തെ നടപ്പിലാക്കിയ നിയമം കേവലം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു നിയമ ഭേദഗതിക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് പാർലമെന്റിൽ തുടക്കമിടുന്നത്. ഇന്ന് ലോക്സഭയിലും നാളെ രാജ്യസഭയിലുമായി ചരിത്രപരമായ വഖഫ് ഭേദഗതി നിയമം ചർച്ചയ്ക്കെടുക്കുകയാണ്. കോൺഗ്രസ് ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ച UPA ഇന്ത്യ ഗവൺമെന്റുകൾ കേവലം വോട്ട് ബാങ്ക് താൽപര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ, ജനാധിപത്യപരമായും നിയമപരമായും ജീവിക്കുന്നവരുടെ കുടികിടപ്പ് അവകാശത്തിന് മേൽ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടുള്ള ഒരു കാടൻ നിയമമാണ്, ഒരു കരി നിയമമാണ് കോൺഗ്രസ് സർക്കാർ വഖഫ് ഭേദഗതിയിലൂടെ ഈ രാജ്യത്ത് നടപ്പാക്കിയത്. ഭാരതീയ ജനതാ പാർട്ടി എംപിമാർ വഖഫ് ബില്ലിനെ അവഗണിക്കുന്നത് വലിയ ചതിയാണെന്ന് അനൂപ് ആന്റണി പറഞ്ഞു. ഷോൺ ജോർജ് അടക്കമുള്ളവർ മാർച്ചിൽ പങ്കെടുത്തു. ഭരണഘടനാ വിരുദ്ധ നിലപാടിന് എതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിലപാടെടുക്കുന്ന എംപിമാരുടെ വസതികളിലേക്കും ഓഫീസിലേക്കും സംസ്ഥാന വ്യാപകമായി ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വഖഫ് ബില്ലിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എംപിമാർ വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ബിജെപി കുറ്റപ്പെടുത്തി. MP കെ സുധാകരന്റെ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് ബിജെപി ദേശീയ സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭൂമി ദുരുപയോഗം തടയുന്നതിനാണ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതെന്ന് CK പത്മനാഭൻ പറഞ്ഞു. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഓഫീസിലേക്കും ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. വഖഫ് ട്രിബ്യൂണലിനെ നിയന്ത്രിക്കുന്നത് വഖഫ് ബോർഡ് അംഗങ്ങള്, മറ്റാർക്കും അതിന് യാതൊരു വിധത്തിലുള്ള സ്വാധീനവുമില്ല. ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു കാല നിയമമാണ് ഇന്ന് തിരുത്തി എഴുതപ്പെടുന്നത്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നിലപാടിനെതിരെ ബിജെപി ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഗാന്ധി സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധ യോഗം ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. ഹൈബി ഈഡൻ MPയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം MP ഹൈബി ഈഡൻ മുൻപത്തെ ജനങ്ങളെ വഞ്ചിച്ചെന്ന് ബിജെപി ആരോപിച്ചു. ഹൈബിക്ക് വോട്ട് ചെയ്ത 85% പേരെയും വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് പാർലമെന്റിൽ ഹൈബി സന്നിഹിതനായിട്ടുള്ളത്. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ വസതിയിലേക്കും ബിജെപി മാർച്ച് നടത്തി. ബിജെപി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എംപിമാരായ ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സമദാനി എന്നിവരുടെ ഓഫീസിന് മുന്നിലേക്ക് ബിജെപി മലപ്പുറം, തിരൂർ എന്നിവിടങ്ങളിൽ പ്രതിഷേധ മാർച്ച് നടത്തി. തിരൂരിൽ നടന്ന മാർച്ച് ബിജെപി സംസ്ഥാന സമിതി അംഗം V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് സംസ്ഥാന സമിതി അംഗമായ K നാരായണൻ മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്തത്. ചരിത്രപ്രധാനമായ ഒരു ദിനമായി ഇന്ന് മാറുവാൻ പോവുകയാണ്. നമുക്കറിയാം, രാജ്യത്തെ നിയമനിർമ്മാണ രംഗത്ത് ഒട്ടേറെ പുതുമയുള്ള, ശാശ്വതമായ, ക്രിയാത്മകമായ നിയമനിർമ്മാണം നടത്തിയ ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്.
ന്യൂസ് ഡെസ്ക് ദൂരദർശൻ.